ലക്ഷ്മൺ, ഈ ആക്ഷൻ ഹീറോന്റെ ബൈസെപ്സ് കണ്ടോ? എടാ, എനിക്കും അതുപോലെ ബൈസെപ്സ് റെഡിയാക്കണം. കൊള്ളാം ഗോപു, യു ക്യാൻ ഡു ഇറ്റ്. നിനക്കൊരു കാര്യം അറിയോ? 2 കിലോ വെയിറ്റിൽ നിന്നെ കൈവച്ച് നിനക്ക് മാധവനെയും മറ്റവരെയും പന്താടാൻ പറ്റും. 1 2 3 4 5 6 എനിക്കും ഇതേപോലെ 6 പാക്സ് ആപ്സ് വേണം. എടാ, ശരിക്കും നിനക്കൊരു കോഴിമുട്ട പോലും വരയ്ക്കാൻ അറിയില്ല, പിന്നെയാണ് ആംസ് റെഡിയാക്കാൻ വന്നിരിക്കുന്നത്. ഇവര് രണ്ടുപേരും കോഴിമുട്ട ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ട് ആണ്. ഓരോ എക്സാംസിലും കോമ്പറ്റീഷൻ വെച്ച് നടക്കുകയല്ലേ. ഓരോ എക്സാമിൽ ആരാ അധികം കോഴിമുട്ട വാങ്ങിക്കുന്നത്? ഗോപു, അവൻ നമ്മളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാണ്. ഇടിക്ക്, അടിക്ക്, ഫിനിഷ് ചെയ്യ് ഗോപു. ഇപ്പൊ കണ്ടില്ലേ നിന്റെ 6 പാക്സ് ആപ്സ്? ഇങ്ങനെ മാത്രമേ നിനക്ക് റെഡിയാക്കാൻ പറ്റൂ. അവൻ നിൽക്കുന്ന നിൽപ്പാണല്ലേ. ഇത് കൊള്ളാലോ മാധവ, എന്തൊരു ബോഡിയെ നീ റെഡിയാക്കി വെച്ചിരിക്കുന്നേ. താങ്ക്സ് മിലി, കാണാൻ കൊള്ളാല്ലേ. ദേ ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ 6 പാക്സ് ആപ്സ് റെഡിയാക്കാൻ പോവാണ്. നീ ഈ 6 പാക്സ് ആപ്സ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ ബൈസെപ്സ് റെഡിയാക്കി നോക്കിക്കോ. നിങ്ങൾ രണ്ടുപേരും അത് വിട്ടേക്ക്. നിങ്ങൾക്ക് ബോഡി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ കെക്കാൻ സംസാരിക്കാൻ മാത്രം കൊള്ളാം. ഗോപു, ഇൻസൾട്ട് ആണ് ഗോപു. ഇപ്പൊ നോക്കിക്കോ, ഞാൻ അത്തരമൊരു ബൈസെപ്സ് റെഡിയാക്കാൻ പോവാ. മിലിയുടെ മുന്നിൽ ആക്ഷൻ ഹീറോ ആയിട്ട് വന്ന് നിൽക്കും. ചലം ചൂടായിട്ട് കഴിക്കണം. ഗോപാൽ ഇപ്പൊ ബൈസെപ്സ് റെഡിയാക്കാൻ പോവാ. ആള് അല്പം ചൂടില. അപ്പൊ ഞാനും അതുപോലെ 6 പാക്സ് ആപ്സ് റെഡിയാക്കിയിട്ട് മിലിക്ക് ഞാനൊരു ആക്ഷൻ ഹീറോ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വാങ്ങിക്കാനല്ല ആകാൻ വേണ്ടി വന്നിരിക്കാണ്. ആക്ഷൻ ഹീറോ ബോഡി റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കാണ്. ആപ്സ് അല്ല, ബൈസെപ്സ്. എനിക്ക് 2 ദിവസത്തിനകം ബൈസെപ്സ് വേണം. 2 ദിവസത്തിലോ? പിന്നെ എനിക്ക് 6 പാക്സ് ആപ്സ് അത് ഒറ്റ ദിവസത്തിൽ റെഡിയാക്കണം. ഒറ്റ ദിവസം കൊണ്ടോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നേ? ജെറ്റ് സ്പീഡിലാണല്ലോ 2 നിൽക്കുന്നത്. എന്നാലും നിങ്ങളുടെ ട്രെയിനിങ് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. അതെല്ലാം ഓക്കെ വസൂലി ഭായ്, ഞങ്ങളെ കരാത്തെ പഠിപ്പിക്കാൻ പോകുന്നത് ആരാണ്? എന്ത് ആരാണെന്നോ? എടാ, ഞാനാണ് ക്ലാസ്സസ് തുടങ്ങിയിരിക്കുന്നത്. ടീച്ച് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. വസൂലിബായ് തമാശ പറയരുത് കേട്ടോ. കാര്യം പറ, ടീച്ചർ എവിടെ ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. എന്റെ അയൺ ബോഡിയുടെ പവർ നിങ്ങൾ കണ്ടിട്ടില്ല. എടോ, ഈ ഞാനുണ്ടല്ലോ എന്തും തട്ടി തെറിപ്പിക്കുന്നതിനാ ആക്ഷൻ ഹീറോ ഞാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ അല്ലേ? എടാ മാധവ, ആദ്യം നമുക്ക് ഈ പഞ്ചിങ് ബാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. എടാ മാധവ, ഇതുപോലൊരു സാമ്പിൾ പഞ്ചൊന്ന് ഇടിച്ചു കാണിച്ചേ. മാധവൻ അടിച്ച ഒരു പഞ്ച് അവസാനം അവന്റെ എല്ലൊക്കെ തവിടുപൊടിയായിന്നാ തോന്നുന്നത്. ഒന്നും മിണ്ടാതിരിക്കട്ടെ ലക്ഷ്മണ. അതൊരു നല്ല ഐഡിയ ആണ്. ഇപ്പൊ പഞ്ചിങ് വളരെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എവിടുന്നാ തുടങ്ങുന്നത്? ഇവിടുന്നോ? ഈ ആംഗിൾ ഓക്കെ ആണോ? ഗോപാലിന്റെ ദേഷ്യം മൊത്തം എന്റെ ദേഹത്ത് അവൻ തീർത്തിരിക്കുന്നു. വസൂലിബായ്, ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ബൈസെപ്സ് റെഡി ആക്കണം. ബൈസെപ്സ് മനസ്സിലായി. എടാ, ബൈസെപ്സ് റെഡിയാക്കണമെങ്കിൽ കൈ ഒന്ന് ആദ്യം സ്ട്രോങ് ആക്കണം. അതിപ്പോ എങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. കൈ സ്ട്രോങ് ആക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഗോപാൽ, ഇപ്പൊ ഇതുപോലെ നീ ചെയ്യണം. ഈ കല്ല് പൊട്ടിക്കണെങ്കിലേ ഇതെടുത്താ ചുമരിലേക്ക് എറിഞ്ഞാ പോരെ, അതൊക്കെ പൊട്ടിപ്പോവില്ലേ? കാര്യം സിമ്പിൾ ആവില്ലേ? എന്റെ കൈയും എന്റെ തലയും ഫ്രാക്ചർ ആയെന്നാ തോന്നുന്നത്. എന്റെ തലയിൽ ഒരു കൊമ്പ് പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എവിടെ അടിക്കേണ്ടത്? വസൂലിബായ്, ഇപ്പൊ ഞാൻ എന്താ തകർക്കേണ്ടത്? ഇപ്പൊ
ഇപ്പൊ എന്റെ കൈവശം ഒരു കൈ ഒരു കാല് മാത്രമേ ഉള്ളൂ. അതുകൂടി തകർക്കാനാണോ വന്നിരിക്കുന്നത്? പോടാ പുറത്ത്, പോകാനാ പറഞ്ഞത്. പോ. ഈ ചെക്കന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്ക് തോന്നുന്നത് സിക്സ് പാക്സ് ആപ്സ് ആക്കാനുള്ള സ്വപ്നം അത് വെറും ഒരു സ്വപ്നമായി തന്നെ പോകുന്ന. എടാ മാധവ, 6 പാക്ക് ആപ്പ് റെഡിയായി. എടാ ലക്ഷ്മണ, സിക്സ് പാക്ക് നീ വിചാരിക്കുന്ന പോലെ ബിസ്ക്കറ്റ് പാക്കറ്റ് ഒന്നും എടാ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാനായിട്ട്. എടാ ഇങ്ങോട്ടൊന്ന് നോക്ക്. എടാ ഇത് അടിപൊളിയായിട്ടുണ്ടടാ. 2 മിനിറ്റിൽ സിക്സ് പാക്സ് ആപ്സ് റെഡി ആയിരിക്കുന്നു. ആവശ്യമില്ലാത്ത ഞാൻ ആ വസൂലുമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് കുറെ സമയമൊക്കെ വേസ്റ്റ് ആക്കിയല്ലോടാ. വലിയ വലിയ ആക്ഷൻ ഹീറോസിന് മുമ്പ് ഇങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നത് സ്വാഭാവികമാണ് മാധവ. ഗോപു ബൈസെപ്സ് കിട്ടിക്കഴിഞ്ഞ ഇങ്ങോട്ട് നോക്ക് ഗോപു. എന്താടാ ലക്ഷ്മണ, നീ എന്തായി പറയുന്നത്? ഓറഞ്ച് കഴിച്ച ബൈസെപ്സ് കിട്ടുമെന്നാണോ പറയുന്നത്? അങ്ങനെ മാറാൻ പല വർഷങ്ങളാവും. എടാ ഗോപു, ഈ ഓറഞ്ചസ് കടിക്കാനുള്ളതല്ല, ഇത് വെക്കാനുള്ളത്. നീ എന്തായി പറയുന്നേ? ഇപ്പൊ നിനക്ക് ബൈസെപ്സ് റെഡിയാക്കി തരാൻ നോക്കിക്കോ. ദാ ഇങ്ങനെ. അതേതായാലും കലക്കിയാണ് ലക്ഷ്മണ. എന്തായാലും ഈ ഓറഞ്ചസിന് പകരം വാട്ടർമെലൻ ആയിരുന്നെങ്കിൽ ബൈസെപ്സ് എത്ര വലുതായിരുന്നേ. കണ്ടോ കണ്ടോ എന്റെ ഈ ബൈസെപ്സ് എങ്ങനെയുണ്ട്? പിന്നെ എന്റെ ഈ സിക്സ് പാക്സ് ആപ്സ് എങ്ങനെയുണ്ട്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ബൈസെപ്സും സിക്സ് പാക്ക് ആപ്സും റെഡിയാക്കിയത്? നിങ്ങൾ രണ്ടുപേരും ശരിക്കും ആക്ഷൻ ഹീറോ പോലെ തന്നെയുണ്ട്. കാലൊക്കെ കേട്ടോ. ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. ഇന്ന് കണ്ണിൽ കാണുന്നതെല്ലാം ഞാൻ തട്ടിപ്പറിക്കും. ഞാൻ നിന്റെ ബാഗ് തിരിച്ചു കൊണ്ടുവന്നേക്കാം. ഈ ഞാൻ ഞാൻ പോയി നിന്റെ ബാഗ് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. മിലിയുടെ ബാഗ് ഞാൻ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അല്ല ഞാൻ കൊണ്ടുവരും. അല്ല ഞാനാണ് കൊണ്ടുവരും. ഇപ്പൊ എന്റെ ബൈസെപ്സിന്റെ പവർ കാണിച്ചു തരാടാ. ഇന്ന് പിടിച്ചോളൂ സൂപ്പർ കേ. നീ നിക്കില്ല അല്ലേ? നിക്കില്ല. ഇന്നാ പിടിച്ചോ. എടാ ഇങ്ങോട്ട് നോക്കടാ, ഞാനാണ് പേൽവാൻ. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ബാഗും തട്ടിപ്പറിച്ചോണ്ട് എങ്ങോട്ടാടാ ഓടിയത്? സോറി, അറിയാതെ ചെയ്തു പോയതാണ്. ഞാൻ ഈ ബാഗ് നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. താൻ അവിടെ ഒന്ന് നിന്നോടോ. എന്റെ സിക്സ് പാക്സ് ആപ്സ് താൻ കണ്ടായിരുന്നോ? നോക്ക് നോക്ക്, ഇപ്പോഴാണ് ഞാൻ ഇത് ഫ്രഷ് ആയിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ടിങ് ടോങ് ടിങ് ടോങ്. വെരി ഗുഡ് മൈ ബോയ്. പക്ഷേ ഒരു കാര്യം അറിയൂ, ഇതൊക്കെ കണ്ടു രസിക്കാൻ എന്റെ അടുത്ത് സമയമില്ല. ഓക്കെ, ബൈ. നീ എന്റെ ഈ ബൈസെപ്സ് കണ്ടായിരുന്നോ? 2.5 കിലോ വെയിറ്റുള്ള കയ്യായത്. ഇത് വെച്ച് ഞാനൊരു ഇടിയങ്ങ് തന്നാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും അവൻ എഴുന്നേക്കില്ല, നിരന്തരമായി ഉറങ്ങി പോകും. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ ബൈ. നോക്ക്, ഞാൻ ബാഗ് തിരിച്ചു തന്നിട്ടുണ്ട്, സോറിയും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും എന്നെ വിട്ടൂടെ? അല്ലെങ്കിൽ എന്ത് ചെയ്യോടാ? നോക്ക്, നിനക്കൊരു കാര്യം അറിയില്ല. നീ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നിനക്ക് എന്നെ അറിയില്ല. ഒരു കാര്യം അറിയൂ, ഒരൊറ്റ അടി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ, നേരെ നീ നിന്റെ വീട്ടിലേക്ക് ചെന്നെത്തും. ഇവിടെ അടുത്തെങ്ങും ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അല്ല, ഈ ഡയലോഗ് നമ്മൾ ഇതിനു മുമ്പ് എവിടെ കേട്ടതുപോലെ ഉണ്ടല്ലോ. ഇപ്പൊ മനസ്സിലാവടാ? എന്നോടാണല്ലേ നിന്റെ കളി. ഒറ്റ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ഈ മാധവന് പെട്ടെന്ന് എന്താ പറ്റിയത്? ഒരുപാട് ഡയലോഗൊക്കെ തട്ടിവിട്ടിട്ടല്ലേ അവൻ പോയത്. ഇപ്പൊ കണ്ടില്ലേ ഓടുന്നത്?
രക്ഷപ്പെട്ടു. പാണ്ഡുവിന്റെ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടു. ആ. പണ്ടുവിനോട് കളിച്ചാലുണ്ടല്ലോ നിന്റെ കാര്യം പോക്ക മോനെ. ഗോപു നിന്റെ ബൈസെപ്സ് എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ആ. പാണ്ഡു ചേട്ടാ എവിടെ വേണമെങ്കിലും ഇടിക്കേ, പക്ഷെ എന്റെ ബൈസെപ്സിൽ മാത്രം ഇടിക്കരുത് പ്ലീസ്. ഞാൻ ഇപ്പോഴത് റെഡിയാക്കി കൊണ്ടുവന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ ബൈസെപ്സും സിക്സ് പാക്ക് ആപ്സും. ഞാൻ പറഞ്ഞ ശരിയാ? നിങ്ങൾ രണ്ടുപേർക്കും ഡയലോഗ് അടിക്കാനല്ലാതെ വേറെ ഒന്നും അറിയില്ല. അടുത്തത് നിങ്ങൾ 3 പേര്. ഇന്ന് ഞാൻ അല്പം ക്ഷീണിച്ചിരിക്കുന്നോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ പാണ്ട് കൊടുത്തിട്ട് പെരുമാറിയിലുണ്ടല്ലോ, നിങ്ങൾ പച്ച വെള്ളം പോലും കുടിക്കില്ല. Got it? എന്ത് ഫ്ലേവർ ലോലിപോപ്പാടാ ഇത്? സംഗതി കൊള്ളാം.